നമസ്കാരം. ദേവൂസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദർശനത്തിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പൂരനാളിൻ്റെ 2025 ഗുണദോഷ ഫലങ്ങളാണ് ഇന്ന് വിവരിക്കുന്നത്. മനുഷ്യഗണത്തിൽപ്പെടുന്ന പൂരനക്ഷത്രം ചിങ്ങം രാശിയിലാണ് കാണപ്പെടുന്നത്. രാശ്യാധിപനായ സൂര്യൻ്റെ തേജസ്സും നക്ഷത്രാധിപനായ ശുക്രൻ്റെ സൗന്ദര്യവും ഈ നക്ഷത്രക്കാരിൽ കാണപ്പെടുന്നു. ഉറച്ച ആദർശബോധവും ധാർമ്മികതയും ദൃഢമായ ദൈവവിശ്വാസവും ഇവരുടെ എടുത്തു പറയേണ്ട സവിശേഷതകളാണ്. ജ്യോതിഷപ്രകാരം പൂരനക്ഷത്രത്തിൽ ജനിക്കുന്നവൻ വിദ്യയും പശുക്കളും ധനവുമുള്ളവനും സ്ത്രീകളിൽ വളരെ താല്പര്യമുള്ളവനും സ്വഭാവത്തിൽ ഗാംഭീര്യം പ്രകടിപ്പിക്കുന്നവനും ആയിരിക്കും. ഏത് പ്രതിസന്ധികളെയും അനായാസം തരണം ചെയ്ത് മുന്നേറുന്ന പൂരനാളുകാർ ഒരു കാര്യത്തിലും പിന്നിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരുമല്ല. ജീവിതത്തിലെ ഉറച്ച നിലപാടുകൾ മൂലം ഇവർക്ക് ധാരാളം ശത്രുക്കളും ഉണ്ടാകാറുണ്ട്. മറ്റുള്ളവരോട് സഹാനുഭൂതിയോടെ പെരുമാറുകയും നല്ല വാക്കുകളാൽ ആളുകളെ സ്വാധീനിക്കുകയും ചെയ്യുന്ന ഇവർ ജാതകത്തിൽ സൂര്യനും ശുക്രനും ബലവാന്മാരാണെങ്കിൽ രാഷ്ട്രീയം, പൊതുമേഖല എന്നീ രംഗങ്ങളിൽ ശോഭിക്കുന്നവരുമാണ്. വർഷത്തിൻ്റെ തുടക്കത്തിൽ 7 ശനിയും 10 വ്യാഴവുമാണ് പൂരനാളുകാർക്ക്. കണ്ടകശനിയാണെങ്കിലും ശനി സ്വക്ഷേത്രത്തിലായതിനാൽ മാരകമായ ദോഷങ്ങൾ ഇവർക്ക് അനുഭവപ്പെടുന്നില്ല. എന്നാൽ ഗുണഫലങ്ങൾ പൊതുവെ കുറവായിരിക്കും. തൊഴിൽ മേഖലയിലൊക്കെ കൂടുതൽ സജീവമായി പ്രവർത്തിക്കേണ്ടി വരും. പല അവസരങ്ങളിലും മേലധികാരികളുടെ അപ്രീതിക്ക് പാത്രമാകുന്ന വിധത്തിൽ പ്രവർത്തിക്കേണ്ടതായി വരും. സന്താനങ്ങളുടെ ഉപരിപഠനം സാധ്യമാകുന്നതിലൂടെ മനസ്സിന് സന്തോഷമുണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് പഠിച്ച വിഷയത്തിൽ തന്നെ ജോലി ലഭിക്കുന്നതാണ്. ഓഹരി കച്ചവടത്തിലും മറ്റും ലാഭമുണ്ടാകും. പഴയ ഗൃഹം പുതുക്കി പണിയുകയും പുതിയ ഗൃഹം പണി കഴിപ്പിക്കുകയോ ചെയ്യുന്നതാണ്. കലാകാരന്മാർക്കൊക്കെ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ് 2025. പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങുന്നതാണ്. ദമ്പതികൾ തമ്മിൽ പരസ്പര ധാരണയോടും വിട്ടുവീഴ്ച മനോഭാവത്തോടും കൂടി മുന്നോട്ട് പോകുന്നതിലൂടെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതലായി ഏർപ്പെടുകയും ആരാധനാലയങ്ങളും പുണ്യസ്ഥലങ്ങളും കുടുംബസമേതം സന്ദർശിക്കുകയും ചെയ്യും. യാത്രകളും അലച്ചിലുകളും വർദ്ധിച്ചു വരും. ഉറ്റവരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ഭാഗത്തു നിന്നുമുള്ള ചില പെരുമാറ്റങ്ങൾ പലപ്പോഴും മനോവിഷമം ഉണ്ടാക്കിയേക്കാം. വ്യത്യസ്തങ്ങളായ കർമ്മമേഖലകൾ തിരഞ്ഞെടുക്കുകയും അതിൽ കർമ്മനിരതരാകുകയും ചെയ്യുന്നതിലൂടെ സന്തോഷം കണ്ടെത്തുന്നതാണ്. കഠിന പ്രയത്നങ്ങൾക്കൊക്കെ ആഗ്രഹിക്കുന്നതും ഉദ്ദേശിക്കുന്നതുമായ ഫലം ലഭിക്കും. പല രംഗങ്ങളിലും എതിരാളികളുടെ എതിർപ്പുകളെ അതിജീവിക്കേണ്ടതായി വരും. വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങളുണ്ടാകും. പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരും. ഭൂമിയുടെ ക്രയവിക്രയങ്ങളിൽ സജീവമായി ഏർപ്പെടും. വർഷമത്തിന് ശേഷം ലാഭസ്ഥാനത്തിലേക്ക് വ്യാഴം വരുന്നതിനാൽ തന്നെ സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ മാർച്ച് അവസാനം ശനി അഷ്ടമഭാവത്തിലേക്ക് മാറുന്നതിനാൽ കഷ്ടപ്പാടുകളും അലച്ചിലുകളും തുടരുന്ന അവസ്ഥയും ഉണ്ടാവും. മനസ്സംഘർഷങ്ങളും
വ്യാകുലതകളുമൊക്കെ വർദ്ധിച്ചു വരും. കാർഷിക മേഖലയിൽ നിന്നുമുള്ള ആദായത്തിൽ കുറവ് അനുഭവപ്പെടുകയോ കൃഷി നഷ്ടത്തിലാവുകയോ ചെയ്തേക്കാം. വരവിനേക്കാളുമൊക്കെ ചെലവ് അധികരിച്ചു വരുന്നത് മനപ്രയാസത്തിനിടയാക്കും. യാത്രകളിലും മറ്റും വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടുകയോ മോഷണം പോവുകയോ ചെയ്തേക്കാം. സർക്കാരിൽ നിന്നുള്ള ലോണുകൾക്ക് അപേക്ഷ നൽകുന്നതാണ്. വിദേശത്ത് ജോലിക്കായി പോകാൻ ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാകും. നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. പണമിടപാടുകളിൽ മറ്റും സജീവമായി ശ്രദ്ധിക്കാത്ത പക്ഷം സാമ്പത്തിക നഷ്ടങ്ങളുണ്ടാകും. ചതിവിലും വഞ്ചനയിലും പെട്ട് സാമ്പത്തികമായ നഷ്ടങ്ങളുണ്ടാകാതെ നോക്കേണ്ടതാണ്. പല അവസരങ്ങളിലും മുൻകോപത്തെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടതായി വരും. സാമൂഹികവും ജീവകാരുണ്യവുമായ പ്രവർത്തനങ്ങളിൽ കൂടുതലായി ഏർപ്പെടും. സമൂഹത്തിലും പൊതുജനങ്ങൾക്കിടയിലും അംഗീകാരവും ജനപിന്തുണയും ലഭിക്കത്തക്ക രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കും. പ്രകൃതി ചികിത്സയുടെയും മറ്റും സന്ധി നാഡി വാതരോഗങ്ങളെ പ്രതിരോധിക്കുന്നതാണ്. പലപ്പോഴും ആലോചിക്കാതെയുള്ള വാക്കുകളും പ്രവൃത്തികളും പലവിധ അബദ്ധങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും ഇടവെക്കുമെന്നതിനാൽ വേണ്ടത്ര കരുതലോടെ മാത്രം പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യേണ്ടതാണ്. ഏകദേശം 51 വയസ്സ് വരെ പൂരനാളുകാരുടെ ജീവിതം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. അതിനുശേഷം ജീവിതത്തിൽ പലവിധത്തിലുമുള്ള പുരോഗതിയും ഇവർക്കുണ്ടാകുന്നതാണ്. പൂരനാളുകാർ അത്തം, ചോതി, അനിഴം, മീനക്കൂറിലെ പൂരുരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്ന നാളുകാരുമായുള്ള കൊടുക്കൽ വാങ്ങലുകളും ഇടപാടുകളുമൊക്കെ ഒഴിവാക്കേണ്ടതാണ്. കൂടാതെ ചന്ദ്രൻ, രാഹു, ശനി എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ ദോഷപരിഹാര ക്രിയകൾ അനുഷ്ഠിക്കണം. മഹാലക്ഷ്മിയെയും അന്നപൂർണേശ്വരിയെയും ധ്യാനിക്കുന്നതും പൂരനക്ഷത്രവും വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ വ്രതാനുഷ്ഠാനം നടത്തുകയും ചെയ്യുന്നതും ഉത്തമമായി പറയുന്നു. കൂടാതെ ജന്മനക്ഷത്രത്തിൽ ലക്ഷ്മി പൂജയോ ശുക്രപൂജയോ നടത്തുകയും പൂരവും ഞായറാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ ആദിത്യ പൂജ ചെയ്യുന്നതും ജീവിത വിജയത്തിനും ഐശ്വര്യവർദ്ധനവും ഉത്കൃഷ്ടമായി പറയുന്നുണ്ട്. അടുത്ത നാളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.